ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 19, പേജ് നമ്പർ 197. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷഃ. പദാനുപദം. തസ്മാത് അതുകൊണ്ട്, അസക്തഃ അനാസക്തനായിട്ട്, സതതം സർവദാ, കാര്യം കാര്യമായ, കർമ്മ കർമ്മത്തെ, സമാചര സമാചരിക്കുക നിറവേറ്റുക. ഹി എന്തെന്നാൽ, അസക്തഃ അനാസക്തനായി, കർമ്മ കർമ്മത്തെ, ആചരൻ ആചരിക്കുന്ന, പുരുഷഃ പുരുഷൻ, പരം പരത്തെ പരമപദത്തെ, ആപ്നോതി പ്രാപിക്കുന്നു. വിവർത്തനം. അതുകൊണ്ട് കർമ്മഫലകാംക്ഷ കൂടാതെ കടമയെന്ന നിലയ്ക്ക് കർത്തവ്യം നിറവേറ്റുക. നിഷ്കാമ പ്രവർത്തനം ഭക്തനെ പരമപദത്തിലെത്തിക്കും. ഭാവാർത്ഥം. പരമപദമെന്നാൽ ഭക്തന്മാർക്ക് ഭഗവാനും അവ്യക്തിഗതവാദികൾക്ക് മുക്തിയുമത്രേ. കൃഷ്ണാവബോധത്തോടെ ശരിയായ മാർഗനിർദ്ദേശം സ്വീകരിച്ച് ഫലേച്ഛയന്യേ കൃഷ്ണനു വേണ്ടി കർമ്മം ചെയ്യുന്ന ആൾ തീർച്ചയായും ജീവിതത്തിൻ്റെ അത്യുത്തമ ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ്. കുരുക്ഷേത്രത്തിൽ കൃഷ്ണൻ്റെ താത്പര്യമനുസരിച്ച് പൊരുതാനാണ് അർജുനൻ നിയുക്തനായിട്ടുള്ളത്. അർജുനൻ യുദ്ധം ചെയ്യണമെന്ന് കൃഷ്ണൻ ആഗ്രഹിച്ചു. ഒരു നല്ല മനുഷ്യനോ അഹിംസാനിരതനോ ആകണമെന്നത് വ്യക്തിപരമായ ആഗ്രഹമാണ്. ഭഗവത് പ്രീതിക്കായി പ്രവർത്തിക്കുക എന്നത് ഫലാകാംക്ഷ കൂടാതെയുള്ള കർമ്മവും ഭഗവാൻ ശ്രീകൃഷ്ണനാൽ ഉപദേശിക്കപ്പെട്ട അത്യുത്കൃഷ്ടമായ കർമ്മമാണത്. ഇന്ദ്രിയ തൃപ്തിക്കായി ചെയ്യപ്പെട്ട ദുഷ്കർമ്മങ്ങളിൽ നിന്ന് ജീവനെ ശുദ്ധീകരിക്കാനുതകുന്നവയാണ് വേദോക്തങ്ങളായ യജ്ഞങ്ങളും ചടങ്ങുകളുമെല്ലാം. കൃഷ്ണാവബോധ പ്രവർത്തനമോ പാപപുണ്യ കർമ്മങ്ങളുടെ പ്രതികരണങ്ങൾക്കതീതമായ ഒന്നാകുന്നു. കൃഷ്ണാവബോധം നേടിയവർ ഭഗവാനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു. ഫലത്തിൽ അവർക്ക് താത്പര്യമില്ല.
പൂർണ്ണമായ അനാസക്തിയോടെയാണ് അവർ എല്ലാത്തരം പ്രവൃത്തികളിലും ഏർപ്പെടുന്നത്. ഹരേ കൃഷ്ണ.